ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ബേബിക്കുട്ടിയുടെ സ്കൂളിൽ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജേഴ്സി, ഏതെങ്കിലും ഒരു ജേഴ്സി ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേദി വിഷമിച്ചിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇവളുടെ ഈ ജേഴ്സി അവൻ ഇന്നാണ് കാണുന്നത്. അവനും അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ കരഞ്ഞു കേട്ടോ. അവൻ കുളി കഴിഞ്ഞ് വന്നിരിക്കുകയാണേ, അപ്പോഴൊന്നും അവനൊരു അസുഖവും ഇല്ല കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് അവനെ പനി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല പനിയടുപ്പ് അടുപ്പിച്ചിട്ട് അസുഖങ്ങളാണ് വരുന്നത്. എന്താ ചെയ്യുക? അപ്പോൾ അവരുടെ മുടി ഇന്ന് കെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ ഇങ്ങനെ ജേഴ്സി ഡേ ആണല്ലോ, അപ്പോൾ ഈ ഡ്രസ്സാണല്ലോ സ്പോർട്സ് യൂണിഫോമിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ ഈ ജേഴ്സി ഇട്ടിട്ട് പോകണമല്ലോ. ഇവരുടെ സ്കൂളിൽ ക്ലാസ്സിൽ ഇവളുടെ ക്ലാസ്സിൽ ഇവരുടെ 2 കുട്ടികൾ മാത്രമേ അർജൻറ്റീന ടീം, ബാക്കി എല്ലാ കുട്ടികളും പോർച്ചുഗലാണ് അത്ര. ഇതൊക്കെ ഓരോ കുട്ടികളുടെ ഇഷ്ടമാണല്ലോ. ഇത് ബസ്സിൽ തന്നെ പോകുമ്പോൾ കുറേ കുട്ടികൾ പോർച്ചുഗൽ തന്നെയായിരുന്നു ഈ ജേഴ്സി ഇട്ടിട്ടാണ് ഞാൻ കണ്ടത്. എന്താണെന്നറിയില്ല, കൂടുതൽ കുട്ടികൾക്ക് റൊണാൾഡോയുടെ ടീമാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ മുടി ഞാൻ നടുവയച്ചിലാണ് എപ്പോഴും അവൾക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം മുടി ഇങ്ങനെ സാധാ അങ്ങനെ മുടഞ്ഞിടുമല്ലോ നമ്മൾ, നല്ല ടൈറ്റിൽ മുടഞ്ഞിട്ടിട്ട് ബണ്ണിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഭാഗം നിർബന്ധമില്ല എന്ന് ടീച്ചർ പറഞ്ഞു എന്നാണ് കേട്ടോ അവൾ പറഞ്ഞത്. അപ്പോൾ തലേ ദിവസം തന്നെ അവളുടെ മുടിയിൽ എണ്ണയൊക്കെ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു ഹെയർ ഓയിൽ അവളുടെ തലയിൽ തേക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ അടുത്ത ആഴ്ച ഇടുന്നതായിരിക്കും. ഇപ്പോൾ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് അതാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാൽ നമുക്ക് തല നനയ്ക്കാൻ പറ്റില്ല, കാരണം മുടി ഉണങ്ങില്ല. ഉണങ്ങാതെ നമ്മൾ അവളുടെ മുടി കെട്ടിക്കൊടുക്കുകയും ചെയ്യില്ല. കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ മുടിയിൽ കായ വരും, മുടി നാറും, ആകെ വാസനയൊക്കെ വന്ന് മുടി നാശമായി പോട്ടോ. ഇപ്പോൾ രാവിലെ കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, വൈകിട്ട് വന്നിട്ട് കുളിച്ചാലും മതി. ഇനി നിർബന്ധമുള്ളവർ കുളിച്ചോളുക, പക്ഷെ ഉണങ്ങിയ ശേഷം മാത്രം, അതും ഹെയർ ഡ്രയർ ഒന്നും ഉപയോഗിക്കാതെ മുടി ഉണക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ മുടി അവൾക്ക് ഞാൻ കെട്ടിക്കൊടുത്തത്. നല്ല ടൈറ്റിൽ മുടഞ്ഞിട്ട് കൊടുത്തു. സ്കൂളിൽ അത് ദിവസവും ഇങ്ങനെ തന്നെയാണ് അവൾക്ക് മുടി കെട്ടിക്കൊടുക്കാറ്. രാവിലെ കുളി കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ മുടി ഇങ്ങനെ മുടഞ്ഞിട്ട് ചിലപ്പോൾ അടി വരെ മുടഞ്ഞിട്ട് മടക്കി കെട്ടിക്കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ മുടഞ്ഞിട്ട് ജസ്റ്റ് അടിയിലൊരു ബണ്ണിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ വേദു ഈ റൊണാൾഡോയുടെ ഈ ജേഴ്സി ഇട്ടപ്പോൾ രാവിലെ തൊട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എനിക്കും വേണം പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, വേദുവിൻ്റെയൊക്കെ ചാച്ചൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു എന്നാൽ ഞാൻ വാങ്ങിക്കൊടുക്കാം പറഞ്ഞിട്ട് പൈസ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി വാങ്ങിക്കൊണ്ട് കറുവത്തൂർ പോയിട്ട്, എന്നിട്ട് അവനങ്ങനെ ആ ജേഴ്സി ഇട്ടിട്ട് ബാലവാടിക്ക് വിടാം എന്നൊക്കെയുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഓരോ കാര്യങ്ങൾ നടക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് അവൾക്ക് അന്ന് ഐലൈനറൊക്കെ എഴുതണം എന്ന് പറഞ്ഞു കേട്ടോ. കണ്ടോ നമ്മുടെ ഏതോ ബ്രാറ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഐലൈനറാണ് കേട്ടോ. നല്ലൊരു സ്മഡ്ജ് പ്രൂഫാണ്, നല്ല അടിപൊളി ഐലൈനറാണ്, കുറേ നേരം നിൽക്കും. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം, നല്ല മഴയാണ്. വേദു വന്നില്ല ബേബീനെ ആക്കാൻ. ഞങ്ങളുടെ പിന്നെ റോഡ് സൈഡ് തന്നെ ആയ കാരണം സുഖമാണ് കേട്ടോ, ബസ് വരണമൊക്കെ കാണും. ഇപ്പോൾ ഒരു 8:15 അടുപ്പിച്ചിട്ട് ബസ് വന്നു കേട്ടോ. കുറച്ച് നേരം നമ്മൾ അവിടെ നിൽക്കും. അപ്പോൾ വേദു ആ ജനലിൻ്റെ കൂടെ എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ യൂണിഫോം ഇത് വെച്ചിട്ട് റീൽ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്, പക്ഷെ അതൊന്നും നടന്നില്ല മഴ കാരണം. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു ദിവസം എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പ്രിയമ്മയുടെ കുറേ റോസാപ്പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവൾ വെച്ചില്ല, ഇടയ്ക്ക് ഞങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ അതാ 8:15 അടുപ്പിച്ചിട്ട് ബസ് എത്തിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് അവിടെ ഒരു മെസ്സി ഫാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ കുട്ടികളും ഓരോ ജേഴ്സി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കിലാണ് ഓരോ കുട്ടികൾ. പിന്നെ മഴ കാരണം അങ്ങനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അകത്തേക്ക് പോയി. അത് കഴിഞ്ഞ് വേദുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞല്ലോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വേദുട്ടം പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ. എന്ത് ഡ്രസ്സ്? റൊണാൾഡോടെയാ? എന്തിനാ? റൊണാൾഡോ ഏത് ടീമാ? നിന്റെ ടീമാ? നിന്റെ ടീം ഏതാ? പോർച്ചുഗൽ. എന്നാ ബാലവാടി എടുക്ക്, ബാഗ് എടുക്ക്. അതാ അവിടെ ഉണ്ട്. ഡ്രസ്സ് വാങ്ങിയിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് ബാലവാടി പോവാല്ലേ? ഓക്കേ. കണ്ടോ കുട്ടി നല്ല സന്തോഷത്തിൽ ഇതാ റെഡി ആയിട്ട് ജേഴ്സി വാങ്ങാൻ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഏട്ടൻ്റെ കൂടെ കറുകപ്പത്തൂർക്കാണ് പോകുന്നത്. അപ്പോഴേ രാവിലെ അവൻ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് നന്നായി തണുക്കുന്നുണ്ട് എന്ന് കേട്ടോ. അപ്പോഴൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഒരുപാട് ഫ്ലെക്സുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നതോട് കൂടിയിട്ട് എവിടെ നോക്കിയാലും ഫ്ലെക്സാണ്. അതുപോലെ തന്നെ ജേഴ്സി എവിടെയും കിട്ടാല്ല കേട്ടോ. കറുകപ്പത്തൂർ ഒരുപാട് കട ഞങ്ങൾ കയറി ഇറങ്ങി, എവിടെയും ജേഴ്സി കിട്ടാനില്ല. പ്രത്യേകിച്ച് ഇവൻ്റെ പ്രായത്തിലുള്ള ഒരു ജേഴ്സിയും കിട്ടാനേ ഇല്ല. പിന്നെ
പിന്നെ ഇതാ ഞാൻ കറുവത്തൂർ ഏട്ടൻ അവിടെ എന്തിനോ നിർത്തിയപ്പോൾ എന്നാൽ ഞാൻ ഓയിൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഒരു കിലോ ഓയിൽ അവിടെ നിന്ന് വാങ്ങിയിട്ടോ. പിന്നെ ഇതാ ഈ കടയിൽ കയറി ഈ കടയിൽ കയറിയപ്പോഴാണ് ഈ ചേട്ടൻ പറഞ്ഞത് ഇവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള ജേഴ്സി ഇല്ല, കുറച്ച് വലിയ കുട്ടികൾക്കുള്ള ജേഴ്സിയാണ് എന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ പോർച്ചുഗൽ എന്നുള്ള ടീമൊക്കെ മാറി ഏതെങ്കിലും ഒരു ജേഴ്സി മതി എനിക്ക് എന്നുള്ളൊരു ഭാവം എത്തിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും അവരെ പറ്റിയൊരു ജേഴ്സി ഉണ്ടോ നോക്കി നോക്കാൻ പറഞ്ഞിട്ട് എവിടെ എത്ര നോക്കിയിട്ടും കിട്ടില്ല. പിന്നെ ഏറ്റവും ചെറിയ ജേഴ്സി കിട്ടിയ 1 വയസ്സുള്ള കുട്ടികളുണ്ട്, അത് അവന് പറ്റില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, വലിയൊരു ജേഴ്സി എടുത്തോ എന്നിട്ട് അത് അങ്ങോട്ട് വെട്ടി ചെറുതാക്കിക്കോ പറഞ്ഞു കേട്ടോ. എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വെച്ചിട്ട് അവൻ പറഞ്ഞു ഈ മഞ്ഞ മതി എനിക്ക്, ബ്രസീലിൻ്റെ ടീമാണല്ലോ നെയ്മറിൻ്റെ, അതങ്ങോട്ട് എടുത്തുട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഇട്ട് കൊടുത്ത് നോക്കി. അപ്പോൾ അവൻ ഇനി ട്രൗസറിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും അത് കിട്ടിയപ്പോൾ സന്തോഷമായി. അവൻ്റെ കണ്ടോ അവന് നല്ല ഇഷ്ടമായിട്ട് ആ ജേഴ്സി. അപ്പോൾ ഞാൻ പ്രിയ മാമിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്, പോകുന്ന വഴിക്ക് ഞാൻ പ്രിയ മാമിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അവനെ ഇട്ടിട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു ബാലവാടിക്ക്. പക്ഷെ ആ പ്ലാനൊക്കെ ഫുള്ള് തെറ്റി ഗൈസ്, അതൊക്കെ അട്ടപ്പെട്ടെല്ലാം തെറ്റി. അപ്പോൾ ഇത് അവരെ ഇതൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക ജേഴ്സി പാക്ക് ചെയ്തിട്ട് കൊടുത്തു. 100 സംതിങ്ങേ വരുന്നുള്ളൂ കേട്ടോ ഈ കടയിൽ ജേഴ്സിക്ക്. അപ്പോൾ അവന് നല്ല സന്തോഷമായിട്ടത് കിടേ. അപ്പോഴേ എനിക്ക് തൊട്ടപ്പോൾ അവന് ചെറിയൊരു ചൂട് പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഇതാ പ്രിയ മാമിനോട് എത്തിയപ്പോഴാണ് അവനെ തൊടുമ്പോൾ നല്ല പൊള്ളണ പനി കേട്ടോ. എന്താണ് കുട്ടിക്ക് നല്ലൊരു ആഗ്രഹമായിരുന്നു ജേഴ്സി ഇട്ടിട്ട് ബാലവാടി പോകണമെന്ന്. ജേഴ്സി വാങ്ങണം എന്നുള്ള ആഗ്രഹം നടന്നു, പക്ഷെ ഇട്ടിട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പ്രിയ മാമ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തുള്ളൂ, ഇറക്കം കുറച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു ഇനി അടുത്ത ദിവസം പോകുമ്പോൾ ഇനിയിപ്പോൾ പനി മാറിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അങ്ങനെ പനിച്ച് വരച്ച് കിടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ മാറിയിട്ട് വേണം എൻ്റെ കുട്ടിക്കൊന്ന് ബാലവാടിക്ക് പോകാൻ.